കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് ക്രൈംസ് കൂടുന്നു സൊസൈറ്റിയിൽ. ഭയങ്കരമായിട്ട് ക്രൈംസ് കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ കൊലപാതകവും പീഡനവും മോഷണവും ഇതെല്ലാം പീക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ഇപ്പൊ ഈ ബാംഗ്ലൂരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കോൺക്രീറ്റ് കെട്ടിടങ്ങളെ ഒരു കാടാണ് അല്ലെ. അതോടൊപ്പം എറണാകുളം അങ്ങനെ ആയിക്കഴിഞ്ഞു, അതോടൊപ്പം ഡൽഹി ആയിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർക്ക് സമാധാനം നഷ്ടപ്പെടുന്നു. ഓക്കെ, സമാധാനം വേണം നമ്മുടെ ജീവിതത്തിൽ. സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തിൽ കെമിക്കലി ഫോം ആവുന്ന ഒരു സംഭവമാണ് ഈ ഡോപ്പമൈൻ സെറോട്ടോണിൻ. ഓക്കെ, ഇതെല്ലാം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹോർമോൺസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ടും നമ്മുടെ മൂക്കുകൊണ്ടും നമ്മുടെ കാതുകൊണ്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സ്പർശിക്കണം ഈ നേച്ചറിനെ. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്ത് ആ ഒരു ഹോർമോൺസ് ഉണ്ടാവൂ. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചീപ്പ് ഡോപ്പമൈൻ ആണ് ഈ ഫോൺ കമ്പനിക്കാർ അല്ലെ, സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് തരുന്നത്. നമ്മൊരു പൊട്ട റീൽസ് ആണെന്ന് ചിരിക്കുന്നു, പക്ഷെ ആ ചിരി വരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ടെൻഷനിലേക്ക് പോകും. അതാണ് ചീപ്പ് ഡോപ്പമൈൻ. അതോടൊപ്പം നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നു, അപ്പോൾ ഒരു ഡോപ്പമൈൻ സന്തോഷം കിട്ടുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കുന്നു, അപ്പോൾ ഒരു ഡോപ്പമൈൻ കിട്ടും. ഇതെല്ലാം ചീപ്പ് ഡോപ്പമൈനാ. പക്ഷെ ചീപ്പ് ഡോപ്പമൈൻ വെച്ചിട്ട് പോരാ നമുക്ക് ജീവിക്കാൻ. അത് ആ ഒരു കുറച്ച് നിമിഷം കൊണ്ട് മാത്രം ഇറാഡിക്കേറ്റ് ആയി പോകും. അപ്പോൾ അത് പാടില്ല. അപ്പൊ റിലാക്സ് ഫോർ ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, അവർക്ക് ലൈഫ് ലോങ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോപ്പമൈൻ. അതായത് അവരവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ചുറ്റും കാണുന്ന കാഴ്ചകളിലൂടെ അവർക്ക് ആ ഒരു ഡോപ്പമൈൻ എമിഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വേറൊന്നുമല്ല, കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഒരു റിലാക്സിങ് സ്റ്റേജിൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്പോഴും വലിച്ചേരുന്ന ക്ലോറോഫ്ലോറോ കാർബണോ അതോടൊപ്പം ഒരുപാട് ഗ്യാസുകളാണ്. AC. ഓക്കെ, പണക്കാരെല്ലാവരും പറയും ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ചൂടൊന്നുമില്ല അല്ലെ. പാവപ്പെട്ടവരാണ് ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. വെയിൽ എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ D തരുന്ന ഒരു സബ്സ്റ്റൻസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന AC നിങ്ങൾ കിടക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫിൽ ഓരോ ആയുസ് കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഓക്കെ, പക്ഷെ ഇതൊന്നും ആരും പറയില്ല. കാരണം ഇതെല്ലാം ഒരു വൈഡ് മാർക്കറ്റിംഗ് പിടിച്ചെടുത്തൊരു സ്ഥാപനങ്ങളായി. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം വന്നതിന് ശേഷമാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളെല്ലാം ആശുപത്രിയിലായിട്ടുള്ള ഒഴുക്കുകൂടി, അതോടൊപ്പം നമ്മുടെ ശരീരം, ആരോഗ്യം ഇതെല്ലാം നശിച്ചുപോയി. കാരണം ഇതൊന്നും എക്സസൈസ് ഇല്ല. ഓക്കെ, ഒരു അനക്കമില്ല, നമ്മളൊരു കംഫർട്ട് സോണിൽ കൊണ്ടേ ഇരുത്തി. ഓക്കെ, അതായത് വളരെ സുഖമുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടേ ഇരുത്തി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എത്ര വലിയ വെയിലത്തും പോവാം, ഒരു മഴയത്തും പോവാം, എനിക്ക് യാതൊരു അസുഖവും വരില്ല, യാതൊരു പ്രശ്നങ്ങളും വരില്ല. പക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അത് സാധ്യമല്ല. നിങ്ങൾക്കൊരു കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലാറ്റിലോ വീട്ടിലോ ഒന്നും ഇരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ബോഡി ആ ഒരു കംഫർട്ട് സോണിലേക്ക് അഡാപ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതിന്റെ വേറെ പ്രശ്നം വേറൊന്നുമല്ല, പെട്ടെന്ന് ഈ പറയുന്ന ഇന്റർനെറ്റ് കട്ടാക്കും, ഈ ഒരു ഇലക്ട്രിസിറ്റി കട്ടാക്കും, അതോടൊപ്പം നിങ്ങളുടെ കംഫർട്ട് സോൺ എല്ലാം കട്ടായി കഴിയുമ്പോൾ, അതായത് ഇപ്പോ നമ്മുടെ ജപ്പാനിലും ചൈനയിലും ഈ പറയുന്ന US എല്ലായിടത്തും പ്രളയം വന്നു അല്ലെ. പ്രളയം വന്നു, മനുഷ്യന്മാരുടെ അഹങ്കാരം കൊണ്ട് കുറെ കാടും മേടെല്ലാം വെട്ടിവിട്ട് അവർ കെട്ടിടങ്ങൾ പണിതു. ആ കെട്ടിടങ്ങൾ പ്രകൃതി അങ്ങ് അടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മനുഷ്യരെല്ലാം സൂപ്പർ മാർക്കറ്റിലായിട്ട് ഓടണേ, അതായത് ഭക്ഷണം വേണം. അതേസമയം നമ്മൾ റിലാക്സ് ഫോർ ചെയ്യാൻ പോകുന്ന അങ്ങനെയല്ല. ചുറ്റും പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാവിധ ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാം, ഒരു ജീവിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ തന്നെ ഈ മണ്ണിൽ തന്നെ ഉണ്ടാക്കും. അതായത് നമ്മുടെ പണ്ട് എങ്ങനെയാണോ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ആരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറ്റി ആരോഗ്യത്തിന്റെ നല്ല ശക്തിയുള്ള ഒരു സോണിലേക്ക് ഞങ്ങൾ എൻ്റർ തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് റിലാക്സ് ഫോർസിന്റെ ഭാഗത്ത്.